1880 കാലഘട്ടം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജാവ് ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഈ കരാറിൻ്റെ ഫലമായി പെരിയാറിന് കുറുകെ അന്നത്തെ മദ്രാസിലേക്ക് വെള്ളമെത്തിക്കാനായി ഒരു ഡാം പണികഴിക്കപ്പെടുകയാണ്. ഈ ഡാം പിന്നീട് കേരളത്തിൻ്റെ പേടി സ്വപ്നവും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ തമിഴ്നാടിൻ്റെ ആശ്വാസവുമായി മാറുകയാണ്. ഈ ഡാമിൻ്റെ പേരായിരുന്നു മുല്ലപ്പെരിയാർ ഡാം എന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ ഭയക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മദിരാശിയിലെ വരൾച്ചയ്ക്ക് ഒരു പരിഹാരമായാണ് മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിതുയർത്തുന്നത്. 1887 മെയ് മാസത്തിലാണ് ഡാമിൻ്റെ നിർമ്മാണം ബ്രിട്ടീഷ് മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെന്യൂക്കിൻ്റെ നേതൃത്വത്തിൽ കമ്പനി ആരംഭിക്കുന്നത്. ചുണ്ണാമ്പുകല്ലും സുർക്കിയും ഉപയോഗിച്ചാണ് അണക്കെട്ട് നിർമ്മിച്ചത്. സുർക്കി എന്നത് കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർത്ത ഒരു മിശ്രിതമാണ്. അങ്ങനെ 1895 ഡാമിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് ആകെ വന്ന ചെലവ് 104 ലക്ഷം രൂപയായിരുന്നു. ഡാമിൻ്റെ ഉയരം 53.66 മീറ്ററും നീളം 365.85 മീറ്ററുമാണ്. എന്താണെങ്കിലും ഡാമിൻ്റെ നിർമ്മാണശേഷം ഡാമിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പെന്നിക്വിക്ക് ഡാമിന് കൽപ്പിച്ചു നൽകിയ ശരാശരി ആയുസ് 50 വർഷം മാത്രമാണ് എന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ യഥാർത്ഥത്തിൽ നാം ഭയക്കേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കാം. ഇങ്ങനെയുള്ള ഒരു പരിശോധനയിൽ നാം ഒന്നാമതായി പരിഗണിക്കേണ്ട കാര്യം ഡാമിൻ്റെ പഴക്കം തന്നെയാണ്. ശരാശരി 50 വർഷം കാലാവധി നിർണയിച്ച ഡാമിന് ഇപ്പോൾ വയസ്സ് ഏതാണ്ട് 129. അതായത് നിർണയിച്ച കാലാവധിയും പിന്നിട്ട് കൃത്യമായ സമയത്ത് മറ്റൊരു ഡാം അവിടെ പണിതിരുന്നുവെങ്കിൽ അതിൻ്റെ കാലാവധിയും പിന്നിട്ട് മറ്റൊരു ഡാം കൂടി വരേണ്ട സമയമായിരിക്കുന്നു എന്ന് ചുരുക്കം. ഏതൊരു വസ്തുവിനും ഒരു കാലാവധി ഉണ്ടെന്നിരിക്കെ മുല്ലപ്പെരിയാർ ഡാമിനും ഈ കാലാവധി ബാധകമാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം, ഈ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽസ് ഇന്നത്തെ ഡാമുകൾ പണിയാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനേക്കാൾ 6 മടങ്ങ് ദുർബലമാണ് എന്നുള്ളതാണ്. ഇത് വിരൽ ചൂണ്ടുന്നത് ഡാമിൻ്റെ ദൗർബല്യത്തിലേക്കാണ്. അടുത്ത ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചോർച്ചയാണ്. തമിഴ്നാട് തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിന് ചോർച്ച ഉണ്ട് എന്നുള്ളത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഡാമിൽ നിന്ന് ഒരു ദിവസം ചോരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ചോർച്ചയും ഒരു ഭീഷണി തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം, ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച ഡാമുകളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകളാണ്. മിക്ക പഠനങ്ങളിലും ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച ഡാമുകളിൽ ഒന്നായി മുല്ലപ്പെരിയാർ ഡാമും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് 2023 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ഇൻ്റർനാഷണൽ റിവേഴ്സിൻ്റെ റിപ്പോർട്ട്സിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകടത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ IIT ഡൽഹി, IIT റൂർക്കെ എന്നീ IITകളുടെ റിപ്പോർട്ട്സും പറഞ്ഞു വയ്ക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ അപകടത്തെക്കുറിച്ചാണ്. ഇനി അവസാനമായുള്ള ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന അളവിലുള്ള മഴയാണ്. സാധാരണയിലും കൂടുതൽ മഴ ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്നുണ്ട്. ഈ കനത്ത മഴയും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കനത്ത മഴ മൂലം ഡാമിൻ്റെ ജലനിരപ്പ് ഡാമിന് താങ്ങാവുന്നതിലും അധികമായാൽ അത് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ നാം ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഭയക്കുക എന്നതിലുപരി
മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇനി മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള പുതിയ വാർത്തകളിലേക്ക് നമുക്ക് വരാം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ ഡാം പണിയാനുള്ള മോഹത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവസാനമായി നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേവലം മഴക്കാലത്ത് മാത്രം ഉയർന്നു വന്ന് ചർച്ചയിൽ മാത്രം ഒതുങ്ങിക്കൂടി മഴ അവസാനിക്കുമ്പോൾ ഇല്ലാതാകേണ്ട ഒന്നല്ല. മറിച്ച് ഈ വിഷയം തീർച്ചയായും കലശലായി ചർച്ച ചെയ്യപ്പെടേണ്ടതും ഈ ചർച്ച ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുമാണ് എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, അതോടൊപ്പം മറ്റുള്ളവരുമായി വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.